ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് വരടിയാട്ടിൽ. അപ്പോൾ നമ്മുടെ എക്സസൈസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ എക്സസൈസിൽ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് വാക്കിംഗ് ചെയ്യുക, ഒരിക്കലും പെട്ടെന്ന് വന്നിട്ട് വെയിറ്റ് എടുക്കരുത്. വാക്കിംഗ് ചെയ്യുക, ഫാമേഴ്സ് വാക്കിംഗ് ചെയ്യുക, കൈ സ്വിങ് ചെയ്ത് വാക്കിംഗ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബോഡി ഒരുവിധം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബോഡി ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പലതരത്തിലുള്ള വീണ്ടും എക്സസൈസുകൾ ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ കാല് ഈ അര മുതൽ താഴെ വരെ നമ്മുടെ കാലിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നാവും. ബ്ലഡ് സർക്കുലേഷനാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. കാരണം ബ്ലഡ് സർക്കുലേഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ ബ്ലോക്കേജിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ വരും, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്കത് വേണ്ട. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എക്സസൈസ് എന്താ? ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളത് ഇങ്ങനെ നിൽക്കുന്നു, എന്നിട്ട് ഈ കൈ രണ്ടും ഇങ്ങനെ വെച്ചു, ശ്വാസം എടുത്ത് താഴേക്ക് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ശ്വാസം വിടണം. നോക്കിയോ, ഇങ്ങനെ. ഈ ഒരു എക്സസൈസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. 5 മുതൽ 10 വരെ, 15 വരെ, 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. രണ്ടാമത്തെ ഇതേപോലത്തെ സെയിം എക്സസൈസ് ആണ്. നിങ്ങൾ രണ്ട് കൈയിൻ്റെ ഇങ്ങനെ മുന്നിലോട്ട് വെച്ചു, നേരെ ശ്വാസം വലിച്ച് ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എക്സസൈസ്. ഇത് ചെയ്താൽ നിങ്ങളുടെ ബോഡി പെട്ടെന്ന് ചൂടാവും. അതേമാതിരി തന്നെ ഇത് മൂന്നാമത്തെ ഒരു എക്സസൈസ് ഉണ്ട്. ഇതേ സെയിം ആണ്. ഈ 3 എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം സെയിം ആണ്. നോക്കൂ, ഇങ്ങനെ ശ്വാസം വലിക്കുന്നു, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 20-25 പ്രാവശ്യം മാറി മാറി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ അതിൽ സമയമില്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഒരിക്കലും വരില്ല, ഉറപ്പ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ടോ, ഈ LDL കൊളസ്ട്രോൾ, പൊട്ട കൊളസ്ട്രോൾ ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കില്ല. ഈ സൈഡിലുള്ള ഫാറ്റുകളെല്ലാം പോവും. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ആഴ്ചയിൽ ചുരുങ്ങിയത് ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല. കൊളസ്ട്രോൾ വരില്ല. ഷുഗർ ഉള്ളവരുടെ ഷുഗർ നോർമലാവും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ നോർമലായിട്ട് BP നിങ്ങളുടെ നോർമലാവും. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല. നിങ്ങളൊരു 2 മാസം കണ്ടിന്യൂ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കുക എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന്. ഇത് ഞാൻ ചെയ്യുന്നതാണ്, ഗ്യാരണ്ടിയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ദോസ്തോ, ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണം, ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.